മനുഷ്യൻ്റെ സൈക്കോളജി പണ്ട് മുതലേ നമ്മുടെ കയ്യിൽ കുറച്ച് മണിയുണ്ട് അല്ലെങ്കിൽ വെൽത്ത് ഉണ്ട് എന്ന് 10 പേരെ തോന്നിപ്പിക്കണം എന്നുള്ളതാണ്. നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുമ്പിലേക്ക് ഒന്ന് സഞ്ചരിച്ചു കഴിഞ്ഞാൽ പല വീടുകളിലും അല്ലെങ്കിൽ സമ്പത്തുള്ള വീടുകളിലും ഉണ്ടായിരുന്നു പശു ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ 10 പശുവുണ്ട്, 20 പശുവുണ്ട് എന്ന് പറയുന്നതാണ് ഒരു കാലത്ത് നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ടെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ പറ്റി എന്നൊരു കാര്യം. അതേപോലെ തന്നെയായിരുന്നു തെങ്ങിൻ പുരയിടങ്ങൾ. എൻ്റെ പറമ്പിൽ ഇത്ര തെങ്ങുണ്ട്, അല്ലെങ്കിൽ ഇത്ര തേങ്ങ ഒരു മാസം അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഇത്ര തേങ്ങ കിട്ടുന്ന കുടുംബത്തിലെ അംഗമാണ് ഞാൻ എന്ന് പറയുന്നതായിരുന്നു ഒരു കാലത്ത് നമ്മുടെ കയ്യിലുള്ള സമ്പത്തിൻ്റെ സൂചന എന്ന് പറയുന്നത്. അത് പതിയെ മാറി കുറച്ച് നാളുകൂടെ കഴിഞ്ഞപ്പോൾ പിന്നെന്തായി, അത് നമ്മുടെ വീടിൻ്റെ വലിപ്പം അനുസരിച്ചായി. ഏറ്റവും കൂടുതൽ സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് അല്ലെങ്കിൽ എത്ര ആഡംബരത്തോടുകൂടി ഒരു വീട് പണിയാം എന്നുള്ളതായി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു കൺസെപ്റ്റ്. ഇപ്പോൾ നമ്മുടെ കൺസെപ്റ്റ് പിന്നെയും കുറച്ചുകൂടി ഡൗൺ ആയി. എന്തായി, ഒരു SUV കാറ് അല്ലെങ്കിൽ എത്ര ലക്ഷം രൂപയുടെ കാറാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എന്നുള്ളതും ഇന്ന് മനുഷ്യൻ്റെ ഒരു സ്റ്റാറ്റസ് സിമ്പിളായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ പോയ നമ്മുടെ തലമുറയിലേക്ക് നോക്കിയാൽ അവർ തെങ്ങിൻ പുരയിടം വെച്ചു, അവർ പശുവിനെ വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു. കാരണം പശുവിനെ വാങ്ങിച്ചു, അതിൽ നിന്ന് അവർ ഇൻകം ജനറേറ്റ് ചെയ്യായിരുന്നു. തെങ്ങിൻ പുരയിടം വെച്ചു, അവിടെ നിന്ന് തേങ്ങ വരി അവർ ഇൻകം ജനറേറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു. എത്ര ശതമാനമായിരുന്നു അതിൻ്റെ റിട്ടേൺ എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ, പക്ഷേ അത് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ ചെയ്യുന്നത് എന്താണ്, ഡെപ്റ്റാണ് അവർ ചെയ്യുന്നത്. അവർ ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, അതൊരു അസറ്റുമല്ല, അത് ഡെപ്റ്റാണ്. ഡെപ്റ്റ് മാത്രമേ, കടം അല്ലെങ്കിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരു മേഖലയിലേക്കാണ് അവരുടെ പണം പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും അതൊരു ബുദ്ധിപരമായിട്ട് ആരാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരുന്നതെന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പഴയ തലമുറയാണ് എന്നുള്ളത് തന്നെയാണ്.